പാലയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, പാലാ നഗരസഭയിൽ കടുത്ത പ്രതിസന്ധികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിക്കാൻ പാലാ മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കിയതോടെ നഗരസഭാ ഭരണം തന്നെ പ്രതിസന്ധിയിലാണ്. ഡിവൈഎഫ്ഐ സമ്മേളനത്തിന് നഗരസഭയുടെ കീഴിലുള്ള ബസ് സ്റ്റാൻഡ് അനുവദിച്ചു നൽകിയതാണ് പുതിയ തർക്കത്തിന് കാരണമായത്. സാഹചര്യം മുതലെടുക്കാൻ കേരള കോൺഗ്രസ് എമ്മും നീക്കം തുടങ്ങിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ പിന്തുണ സ്വീകരിച്ച് കോൺഗ്രസ് ഭരണത്തിൽ നേരിട്ടെത്തിയാൽ ഇടതുമുന്നണിയിൽ ഉൾപ്പെടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും അത് തുടക്കമാകും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെയെങ്കിൽ മുമ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ തുടക്കമിട്ടതുപോലെ മുന്നണി മാറ്റത്തിൻ്റെ സൂചനകൾ ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാലയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കം സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രതിഫലിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ജോസ് കെ മാണിയോടുള്ള ചോദ്യത്തിന് അത് പ്രാദേശിക നേതൃത്വം തീരുമാനിക്കും, പ്രാദേശിക വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ദൂരവ്യാപകമായി കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റ സാധ്യതകളിലൊക്കെ ഒരുപക്ഷെ പാലാ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാകുമോ? സജിത്ത്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ജോസ് കെ മാണി തുടർന്ന് പറഞ്ഞ രണ്ട് വാചകങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന്, ഈ സ്വതന്ത്ര മുന്നണിയുമായി ചേർന്നൊരു ഭരണത്തിനില്ല എന്ന്. അതായത് ബിജു പുളികകണ്ഠം കുടുംബവുമായുള്ള ആ 3 പേരുമായി ചേർന്നുള്ള ഒരു ഭരണത്തിന് തങ്ങളില്ല എന്ന് പറയുമ്പോൾ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും എമ്മും ഉന്നം വെക്കുന്നത് അത് ഫലത്തിൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരു മുന്നണികളും വലിയ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായ ശേഷം തൊട്ട് പിന്നാലെ ഒരു മുന്നണി ഉള്ള ഒരു ഘടകകക്ഷിയുമായി നേരിട്ടുള്ളൊരു സഹകരണം എങ്ങനെ സാധ്യമാകും എന്നത് മാത്രമാണ് കോൺഗ്രസിനെയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെയും ഇപ്പോൾ അലട്ടുന്നത്. മാത്രമല്ല, നേരത്തെ ലോപ്പസ് മാത്യു ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ നേരിട്ട് ഭരണത്തിനില്ല, ഞങ്ങളെ പ്രതിപക്ഷത്തിരുത്താനാണ് തീരുമാനിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് പാല അനാഥമാകില്ല എന്നുള്ളതാണ്. ഫലത്തിലൊരു രക്ഷകന്റെ പരിവേഷത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്താനുള്ള ഒരു നീക്കം കൂടിയായി വേണം ജോസ് കെ മാണിയുടെ ആ വാക്കുകളെ ഫലത്തിൽ കാണാൻ. അതായത് പുറത്തു നിന്നുള്ള പിന്തുണ ഒരുപക്ഷെ കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ, അത്തരം ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വതന്ത്ര മുന്നണിയും ഇക്കാര്യത്തിൽ ഇനി എന്താണ് എന്നുള്ളത്, കോൺഗ്രസിന് വേണ്ടെങ്കിൽ ഞങ്ങളാരും അധികാരത്തിൽ ഭരണത്തിലെത്താൻ എന്നുള്ള നിലയിലല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നത് ബിജു പുളികകണ്ഠം, ബിനുവിന്റെ ജ്യേഷ്ഠൻ ബിജു പുളികകണ്ഠം, കൗൺസിൽ കൂടിയ ബിജു പുളികകണ്ഠം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അവർ ഒരു പരസ്യ പ്രതികരണത്തിലേക്കില്ല എന്നാണ് വ്യക്തമാക്കുകയും ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പ്രാദേശിക ഘടകം, മണ്ഡലം കമ്മിറ്റി ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഫലത്തിൽ പക്ഷേ ഒരു ഇടതുമുന്നണി ഒരു അവിശ്വാസത്തിനും ഈ ദിവസങ്ങളിൽ നോട്ടീസ് കൊടുക്കാനാണ് സാധ്യത. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്നതിന് ഇന്നലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവിശ്വാസത്തെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. അവിടെ കൗതുകകരമായ മറ്റൊന്നുകൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ്. ഫലത്തിൽ 12 പേരുണ്ട്. അവിടെ ജോസഫ് ഗ്രൂപ്പിന് 3 അംഗം, ഒരംഗം കാപ്പന്റെ അംഗമുണ്ട്. ബാക്കി 3 പേർ പുളികകണ്ഠം കുടുംബം, അതിന് മറ്റൊരാള് ഒരു സ്വതന്ത്ര കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുൽ. ഇതാണ് ഘടകം, ഇതാണ് അവസ്ഥ. അപ്പോൾ വേണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനും CPM-നും കൂടി ഒരുമിച്ചൊരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ ബിനു പുളികകണ്ഠം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം വന്നാൽ ഞങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 12 അംഗങ്ങളുള്ള കേരള കോൺഗ്രസ് എമ്മിന് വീണ്ടും പാല പിടിക്കാൻ കഴിയും. പക്ഷേ ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അനുസരിച്ച് അവരുമായി ചേർന്നൊരു അധികാരത്തിന് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവരുമായി ചേർന്നില്ലെങ്കിൽ തന്നെ ഇത്രയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മറ്റു ചില തന്ത്രങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ സ്വതന്ത്ര മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവിടെയും കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ പല തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. ഷാജു തുരുത്തിനെ പോലുള്ളവർ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ജോസ് കെ മാണിക്കെതിരെയൊക്കെ ഷാജു തുരുത്തന്റെ മകനൊക്കെ വലിയ പ്രതികരണം നടത്തിയതാണ്. അവിടെ ചില ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് വേണം അങ്ങനെ ഒരു അധികാരത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് എമ്മിന് ആലോചിക്കാൻ. എന്തായാലും സങ്കീർണമാണ് സജിത്ത്. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സജിത്ത്, ശ്രീജിത്ത്, മുമ്പ് കേരള കോൺഗ്രസിൻ്റെ ഒരു മുന്നണി മാറ്റം ഉണ്ടാകുന്നത് പാലാ കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എന്ന തർക്കത്തിലാണ്. പ്രാദേശിക വിഷയമെന്നൊക്കെ അന്ന് പറഞ്ഞാലും അത് സംസ്ഥാന വ്യാപകമായി നീണ്ടുപോവുകയും ഒരുപടി മുന്നണി മാറ്റത്തിൻ്റെ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമൊക്കെയായി മാറുകയാണ്. അപ്പോൾ
ഇവിടെ വേണമെങ്കിൽ ഈ ഭരണ പ്രതിസന്ധിയിൽ വേണമെങ്കിൽ ഇടതു മുന്നണിക്ക് പാലാ പിടിക്കാവുന്നതേ ഉള്ളൂ. ശ്രീധരൻ്റെ സാഹചര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതിന് തയ്യാറാവാതെ പുറത്തുനിന്ന് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാനാണ് കേരള കോൺഗ്രസിൻ്റെ ആലോചനയെങ്കിൽ അതിനുള്ളിൽ ഒരു രാഷ്ട്രീയമില്ലേ? അതായത് വിദൂര ഭാവിയിൽ കോൺഗ്രസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നൊരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ കൂടി ആ നീക്കം നമുക്ക് കാണാനാകുമോ? തീർച്ചയായും സജിത്ത്, കേരള കോൺഗ്രസ് എം ആഗ്രഹിക്കുന്ന UDF പ്രവേശനം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർ ആഗ്രഹിച്ചു, പക്ഷെ അത് പൊളിഞ്ഞുപോയി ആ നീക്കം. ഇനിയാണെങ്കിലും ഒരൽപ്പം കാത്തിരുന്നാണെങ്കിലും അധികാരത്തിലേക്ക് ഇപ്പോൾ എത്തുക, പാല പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കോൺഗ്രസ് സഖ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ മാത്രവുമല്ല, അവിടെയും ചില വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിന് 3 അംഗങ്ങൾ ഒക്കെ ഉണ്ട്. ഈ പാല പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു സംസ്ഥാനത്ത് വലിയ വിജയമുണ്ടായ ഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോ വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന് എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കാരണം ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെ എതിർക്കാനുള്ള സാധ്യതയാണുള്ളത്. UDF അല്ലെങ്കിൽ തന്നെ 100,000 പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ കൂടെ ഇതുകൂടി ഒരു തലവേദനയായി എടുത്തു വെക്കണോ എന്ന ആലോചന കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുക, പതുക്കെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും തങ്ങൾക്ക് UDF എത്തുക എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കത്തിന് പിന്നിൽ എന്നാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പുറമേ നിന്ന് പിന്തുണ പോലും കൊടുക്കാൻ പോലും, അതായത് സ്വതന്ത്ര മുന്നണിക്കെതിരാണ് എന്ന് അവർ പറയുന്നതിനർത്ഥം പിന്നെ ഭരണത്തിലെത്തേണ്ടത് അവരും ഭരണത്തിലെത്തുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഭരണത്തിലെത്തേണ്ടത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ സ്വതന്ത്രന്മാരാണ്. അവരെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു നീക്കം, ഫലത്തിൽ അങ്ങനെ UDF പിന്തുണയ്ക്കുക, അങ്ങനെ UDF സഖ്യത്തിലേക്ക് എത്തുക, പാലായിൽ പ്രാദേശികമായി തുടങ്ങി അത് ഭാവിയിൽ സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷെ അവിടെയും ചില സങ്കീർണതകളുണ്ട് സജിത്ത്. ഇപ്പോൾ ഈ സ്വതന്ത്ര മുന്നണിയുമായി കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കുന്നത് LDF വേണ്ടിയാണ് എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു രാഷ്ട്രീയം. DYFIയുടെ ജില്ലാ സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രമേയങ്ങളും ഒക്കെയാണ്, കൗൺസിലിന്റെ അനുമതിയൊക്കെയാണ് വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോൾ LDF വേണ്ടി സ്വതന്ത്ര മുന്നണി ഒരു നീക്കം നടത്തിയപ്പോൾ CPM വേണ്ടി ഒരു നീക്കം, ഫലത്തിൽ അനുകൂലമായ ഒരു നീക്കം നടത്തുമ്പോൾ അതിനെ പൊളിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ഈ വിഷയത്തിൽ അവിശ്വാസം കൊടുക്കുമോ എന്നൊക്കെയുള്ളത് കൗതുകമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇതൊന്നും തൽക്കാലം ഒരു പ്രശ്നമാവാൻ സാധ്യതയില്ല. പകരം അവർ എങ്ങനെയെങ്കിലും ഒരുപാട് വൈകാതെയെങ്കിലും UDF എത്തുക എന്ന തന്ത്രം തന്നെയായിരിക്കും അവർക്ക് മുന്നിലുള്ളത് സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പാലയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് വളരെ കൗതുകമുള്ള രാഷ്ട്രീയം കൂടിയായി മാറുന്നു എന്നതാണ് സാഹചര്യം. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ ഇടതു മുന്നണിക്ക് ഭരണം പിടിക്കാമെന്ന സാഹചര്യത്തിലും അതിന് തയ്യാറാവാതെ മറിച്ച് കോൺഗ്രസിന് വേണേ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാമെന്ന ആലോചന കേരള കോൺഗ്രസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അത് വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.